ഞാൻ പറയാം. നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഡ്രീംസ് ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഡ്രീംസ് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ മാത്രം വെക്കാം. അതിന് പുറത്തോട്ടേക്ക് നിങ്ങൾ ഒരിക്കലും മക്കളെ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് റിവീൽ ചെയ്യാതിരിക്കാം. അതിന് കാരണം വേറെ ഒന്നല്ല, നമുക്ക് ഒരുപാട് ഡ്രീംസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ചില പ്ലസ് ടുവിൽ 95% വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ നീറ്റിനും ഒരു ജെയ്ക്കും നല്ല റാങ്ക് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ സിനിമയിൽ കയറണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് പോകണം. അങ്ങനെ പല ആഗ്രഹങ്ങളായിരിക്കും. ചെറിയത് മുതൽ നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് പുറത്ത് നിങ്ങളുടെ റിലേറ്റീവ്സിന് എടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് നമ്മൾ നന്നാവുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അവരടുത്ത് നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ അവരെ കാണും. അവർ കാണുമ്പോൾ നമ്മളോട് ആദ്യമേ ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും, എന്തായി അല്ലെ, എന്തൊക്കെ ആവണമെന്നൊക്കെ ആയിരുന്നല്ലോ ആഗ്രഹം, അതിനുള്ള കാര്യങ്ങളൊക്കെ ആയോ, കുറെ ആയാലും ഇതിന്റെ പിന്നാലെ നടക്കുന്നു, എന്തൊക്കെയായി നിന്റെ പഠിത്തം, നിന്നെ കൊണ്ടൊക്കെ വല്ലതും പറ്റുമോ, ഇത് തന്നെയാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മെന്റൽ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക്. അതായത് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇതും കൂടെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളായിരിക്കും പോകുന്നുണ്ടാവുക. നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ ഇവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു അക്ട് ഓഫ് ഫെയിലിയർ ആണെന്ന് ഇവർ പറഞ്ഞ് നടക്കില്ലേ, അങ്ങനെ പല ചിന്തകളുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഇവരെ കാണുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയുക. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇതിന്റെ പുറമെ ഉണ്ടാക്കുന്ന പ്രഷർ കാരണം നമ്മുടെ ഡ്രീംസിലേക്ക് എത്തുന്നതിലും കൂടുതൽ നമ്മൾ അവിടെ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സൈലന്റ് ആയിട്ടിരിക്കുക. വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം നിങ്ങളുടെ ഡ്രീം പറയാം. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തും. ആ ദിവസം നിങ്ങൾ പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരിക്കും. അത് നമുക്ക് അനുഭവിച്ചറിയുക തന്നെ വേണം. നമ്മളുടെ സീരിയസ് ഡ്രീംസ് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക. ആൻഡ് when you reach that dream അവരോട് അവർ കാണിക്കാം ആൻഡ് പറയാം, ഇതായിരുന്നു എൻ്റെ ഡ്രീം, ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പ്രൗഡ് ആയിട്ട് പറയാം. ആൻഡ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലുത് മക്കളെ.